ആ നിന്നെ വർഗീസ് ഒന്ന് പുറത്തോട്ട് നിന്നേ. മാതുകുട്ടിയെ ആ ഇരിക്കേ. പോലീസുകാർ എന്നാക്കെ പറഞ്ഞാലും തനിക്കുണം കാണിക്കും. അതുകൊണ്ട് വർഗീസിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തേ പറ്റൂ. എന്നാ വേണ്ടി വരും? ഒരു 3 കൊടുത്തേരെ. 3 ലക്ഷം? നിസാര കാര്യമാണോ? വധശ്രമത്തിനാ കേസ് ചാർജ് ചെയ്യുക. അത് തേച്ച് മാച്ചുകളാൻ 3 കൊടുത്തേ പറ്റൂ. കൊടുക്കാം സാറേ, കൊടുക്കാം. ആ അപ്പൊ സാറിന് എത്ര? താരനാട് ഒരുമാതിരി മറ്റേ വർത്താനം പറയുന്നേ. ആ അപ്പൊ ഞാൻ ഇറങ്ങുക. കുമ്പനാട് സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എൻ്റെ കേരളം തിളങ്ങുന്ന കേരളം പരിപാടിയുടെ ഫിനിഷിങ്ങാ. മിനിസ്റ്റർ വരുന്നുണ്ടേ. അപ്പോഴേ അവര് 10 തരും. 5 കൊച്ചിക്കാർക്ക് കൊടുക്ക്. ബാക്കി 5-ൽ 3.5 പാർട്ടി ഓഫീസിൽ ആൻഡോയുടെ കയ്യിൽ എത്തിക്കണം. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞുതരും. ശരി. റാഫിയേ, നീ കൊച്ചിക്ക് വിട്ടോടാ, ഞങ്ങൾ വന്നേക്കാം. ഞങ്ങ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് ഇല്ലേ? പ്രതീക്ഷ പൈസ നിൽക്കിട്ട് തോന്നണില്ല, വെറുതെ ഷോകം സീനാണ് ഇവിടെ. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും സെറ്റാക്കി ഡെഡിക്കേറ്റ് ചെയ്ത് വരുള്ളൂ. അല്ല മച്ചാനെ? അതെ അതെ. ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞോണ്ടല്ലോ, ഒരബദ്ധം പറ്റിയല്ലേ. ഏയ് അങ്ങനൊന്നല്ല ബൈ, എന്തെങ്കിലും മേടിച്ചിട്ടേ വരുള്ളൂ. 13 ലക്ഷം വായ്പ തന്നെ. ഇനിയും വല്ലതും വേണ്ടി വരുമോ സാറേ? ഒരു 5 കൂടെ ഇറക്കണം. അതാർക്കാ? MLA-ക്ക്. അയ്യോ, പുള്ളിക്കാരനല്ലയോ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞേ. അത് അങ്ങേരുടെ ഒരു ലൈനാ, നേരിട്ടൊന്നും പറയില്ല, നമ്മളായിട്ട് കണ്ടത് ചെയ്യണം. മാത്തുക്കുട്ടിയെ ഞാൻ അങ്ങകത്ത് പോയി കിടന്നോളാടാ. ജാമ്യം കിട്ടിയല്ല, പിന്നെ ഉള്ള കുരുക്ക് എത്ര കണ്ട് മുറുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും പോലായിരിക്കും, മറക്കണ്ട. കൊടുത്തേക്കാൻ കൊച്ചുണ്ണി. 13, 5, 18. ഇനിയും തേങ്ങ അടക്കേണ്ട പടികൾ വല്ലോണ്ട് പറഞ്ഞോ സാറേ? ഇടയിൽ CI ഉണ്ട്. ഓ, അതും കൊടുത്തേക്കാം. വേണ്ട, അത് ഞാൻ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, വലിയ ഉപകാരം. നിനക്ക് എന്നെ അങ്ങ് കൊന്നുകളായിരുന്നു മാത്തുക്കുട്ടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നണം ഇല്ലയോ? ഒരു പാഴ്വടിക്ക് ചിലവായതേ 18 ലക്ഷമാണ്. വേണ്ട വരുന്നു. ഇവനെന്നാ ഇവിടെ? ഇവൻ എവിടാ ഇല്ലാത്തത്? വിദ്യാര, നിന്റെ 15,000 രൂപ തന്നേക്കാൻ കേട്ടോ. എനിക്ക് വേണ്ടെങ്കിലും മേടിച്ചോടാ, ചുമ്മാ ഇരിക്കട്ടാവേ. എന്നാ ഒന്ന് റൗണ്ട് ആക്കിയേക്ക്. 15 എങ്ങനെ റൗണ്ട് ആക്കുന്നേ? 16 മതിയോ? 6, 1, 7. ആ, നല്ല നമ്പരാ. എന്റെ ലക്കി നമ്പർ 2. 18 ഇപ്പൊ കളത്തിലിറങ്ങിയില്ലേ, 2 കൂടി കൂട്ടി അതൊന്ന് 20 ആക്കന്റെ മാത്തുക്കുട്ടി സാറേ. ചേട്ടാ, ഇവനിതെങ്ങനെ അറിഞ്ഞു? എടോ ജർമ്മങ്കാരൻ മണ്ട, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഈ വിദ്യാധരൻ അറിയാതെ പ്ലാങ്കമണ്ണിൽ ഒരു ഇല പോലും അനങ്ങിയാലാന്ന്. ചില അനക്കങ്ങൾ വിദ്യാധരനായിട്ട് അനക്കുന്നതാ. ഇത് അതീപ്പെടും. മുൻ കാമുകിയുടെ സഹോദരനെ സംരക്ഷിക്കാൻ ജർമ്മൻ മലയാളി രംഗത്ത്. ബ്രേക്കിംഗ് ന്യൂസാ. ഒരു 2 രൂപ സ്റ്റുഡിയോയിൽ എത്തിച്ചേരെ. വാസ്ഫറിൻ വെറാംറ്റിസ് ലാൻഡ് എന്ന് വെച്ച് എന്ത് കോണോത്തിലെ നാടാവുകയെ തന്നു. ഇപ്പോ ജർമ്മനി നവമാരയച്ച കാശല്ലേ ആർക്കാണ്ട് സിനിമാക്കാർക്ക് കൊടുക്കാൻ? ആ, അതെടുത്ത് മറിച്ചാലെങ്ങനെ? അറിയത്തില്ല. മാത്തുക്കുട്ടിയെ മാനേര് തിരക്കിയായിരുന്നു. ഓ, നീ നേരെ ആ ഡിവൈഎസ്പിയുടെ വീട്ടിലോട്ട് വിടും. അതിൽ നിന്ന് 2 രൂപ തന്നെ വിദ്യാർത്ഥികളുണ്ട്. ഞാനും സോണവനും വഴി ഇറങ്ങാം. ഈ വെടി മാത്തുക്കുട്ടിയുടെ കയ്യിലോ കാലോ അങ്ങനെ കൊണ്ടിരുന്നെങ്കിലേ ഈ കാശ് കയ്യിലിരുന്നാനെ. കേറ്. ഓ, ആ മാറി, ഞാൻ കയറാം. ആ മാത്തുക്കുട്ടിയെ, ഒരു 20 വിഡ്രോ ചെയ്തു ബാങ്ക് മാനേജർ പറഞ്ഞായിരുന്നു. ഇപ്പൊ എവിടാ? ദിലീപിന്റെ അടുത്തേക്ക് എപ്പോഴാ പോകുന്നേ? പോയിക്കൊണ്ടിരിക്കുക, ഓൺ ദ വേ. വെരി ഗുഡ്. പിന്നെ കാവ്യമാധവൻ ഇല്ലേ, ഭാവന ആന്നേലും നല്ലതെന്നാ എല്ലാരും പറയുന്നേ. അത് പിന്നെ പുള്ളിക്കാരനോട് കൂടെ ഒന്ന് ആലോചിക്കേ. ഓ, ഉവ്വ ഉവ്വ. എന്നിട്ട് വിളിക്കണേ മാത്തുക്കുട്ടി. ശരി. ദിലീപ്, ഭാവന, ചുമ്മാ സൈഡിൽ നിർത്താൻ കരീന കപൂറിനെ കൂടെ വിളിച്ചേക്കാം. എന്നാ പിന്നെ കത്രീന കൈഫും കൂടി ഇരിക്കട്ടെ. കുറയ്ക്കണ്ട, രജനീകാന്തിനെ കൂടെ കൂട്ടിക്കോ. എന്നാ പിന്നെ MGR കൂടെ വിളിക്കാം.
സുഹൃത്തെ, നിങ്ങൾ ഈ പറഞ്ഞ കക്ഷിയുടെ പേരെന്താണ്? മാത്തുക്കുട്ടി. ആ മാത്തുക്കുട്ടി, ആ ക്ലീൻ ഷേവ് ചെയ്ത കക്ഷിയല്ലേ? ആ. അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളത് നേരെ. ഞാൻ ഉണ്ടാവില്ല, ആ സമയത്ത് US പോവാന്ന് പറഞ്ഞു. അദ്ദേഹം പോവുകയും ചെയ്തു. അല്ല, അപ്പോൾ അഡ്വാൻസ് 20 ലക്ഷം. ഞാൻ കമ്മിറ്റി ചെയ്യാത്ത പ്രോഗ്രാമിന് എന്തിനാ സാർ അഡ്വാൻസ് വാങ്ങുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ നോക്ക്. സോറി കേട്ടോ, പുള്ളിക്കാരൻ തന്ന വിവരം വെച്ചാൽ ഞാനിന്ന് ജർമ്മനിയിൽ നിന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടു പോവാന്ന് കരുതി. നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണും കേട്ടോ. ശരി. ശരി. ആ, സോമനാന്നേ. ആ എന്നാ സോമ? ഞാൻ പുള്ളിക്കാരൻ്റെ ലൊക്കേഷനിൽ നിന്നാ വന്നതും കണ്ടതും നന്നായി. മാത്തുക്കുട്ടി പണി തന്നിരിക്കുക. എന്നാ ദിലീപ് വരാമെന്ന് സമ്മതിച്ചിട്ടില്ല, കാശ് മേടിച്ചിട്ടില്ല. എന്നതാ സോമ ഈ പറയുന്നേ? ഞാൻ നേരെ പ്ലാങ്കമ്മണിന് വിടുക. എന്നതാ നടന്നെന്ന് അറിയാലോ. എന്നാ ഇപ്പൊ തന്നെ വിട്ടോ. ആ, സന്തോഷേ, നീ ആ കറിയാച്ചനെ കുഞ്ഞുമനെ വിളിച്ചിട്ട് വേഗം വീട്ടിലേക്ക് വരാൻ പറ. ഞാൻ ഇപ്പൊ വരാം. എബ്രാം പലതവണ വിളിച്ചിട്ടും മാത്തുക്കുട്ടിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എടുക്കാത്തതാ. എടുത്തിട്ട് എന്നാ പറയാനാ? ഈ 20 രൂപ എടുത്ത് എന്നാ ചെയ്തു? ഏതാണ്ട് വസ്തു മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തു നോക്കിയ അവിടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അതിപ്പോ എന്നാ വേണേലും പറയട്ടെ, കാശ് ഞാൻ തരും, അത്രേ പറയാനുള്ളൂ. ആ, യാ ഞാൻ പ്ലാങ്കമണ്ണ് വന്നു. ഉവ്വ, എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, കൊടുക്കാം. എബ്രാമ, സംസാരിക്കേ. മാത്തുക്കുട്ടിയാ. മാത്തുക്കുട്ടി, നീ എന്നോട് കാണിച്ച ഈ പണിക്ക് തന്തയില്ലാഴിക എന്നാ പറയാ. എടാ 20 ലക്ഷം ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ലടാ, മനസ്സിലായോ? പക്ഷെ നീ എന്നോട് ചെയ്ത ചെയ്ത്തിനുള്ള മറുപടി ഉണ്ടല്ലോ, അത് ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ തരാം കേട്ടോ.